സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡായ RSBY കാർഡ് അതല്ലെങ്കിൽ PMJY കാർഡ് പുതുക്കുവാൻ സാധിക്കുമോ? അതല്ലെങ്കിൽ ഇപ്പോൾ പുതുതായി ഉണ്ടാക്കുവാൻ സാധിക്കുമോ? റേഷൻ കാർഡ് മാറിയാൽ എന്ത് ചെയ്യും? തുടങ്ങിയിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഇന്നത്തെ A to Z ഇൻഫോവേഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എസ് എന്നും, അതല്ല നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് കട്ടായിട്ടുണ്ട് അതല്ല ഇതുവരെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ നോക്കുവാൻ പോകുന്നത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡായ RSBY കാർഡ് അതല്ലെങ്കിൽ PMJY കാർഡ് പുതിയത് എടുക്കുവാൻ സാധിക്കുമോ എന്നാണ്. പുതുക്കുവാൻ സാധിക്കുമോ എന്നത് നമ്മുടെ വീഡിയോയിൽ അവസാനം നോക്കാം. പുതിയത് ഇപ്പോൾ നിലവിൽ 2019 ശേഷം വന്നിട്ടില്ല. പല യൂട്യൂബ് ചാനലിലും അതുപോലെ ഫേസ്ബുക്ക് പേജിലുമെല്ലാം ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അക്ഷയ മുഖാന്തരം എടുക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ പുതുതായി രജിസ്ട്രേഷൻ തുടങ്ങി എന്നിങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകളെല്ലാം വരുന്നുണ്ട്. എന്നാൽ നിലവിലെ സത്യാവസ്ഥ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് റേഷൻ കാർഡ് മാറി, അതായത് തറവാട്ടിലുള്ള റേഷൻ കാർഡിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കി. അപ്പോൾ ആ റേഷൻ കാർഡിന് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുമോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്നത് ഒരു വ്യക്തിക്കുള്ളതല്ല. ആ റേഷൻ കാർഡിൽ ഏതെല്ലാം അംഗങ്ങളുണ്ടോ അവർക്കെല്ലാം ഉള്ളതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ആ റേഷൻ കാർഡിനുള്ളതാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടുന്നതോടുകൂടി നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് അർഹതയില്ലാതാവും. എന്നാൽ നിലവിലുള്ള റേഷൻ കാർഡിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. പുതുതായിട്ട് ചേർക്കുന്ന റേഷൻ കാർഡിലും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിലവിലുള്ള റേഷൻ കാർഡിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ല എന്നുണ്ടെങ്കിലും പുതുതായി നമ്മൾ ഒരു റേഷൻ കാർഡ് ചേർന്നാൽ ആ റേഷൻ കാർഡിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്നതാണ്. ഇത് എങ്ങനെ ചെക്ക് ചെയ്യാം? അതായത് നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് എലിജിബിൾ ആണ് അല്ലെങ്കിൽ PMJY കാർഡ് നമ്മൾ എലിജിബിൾ ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. താഴെ കമൻറ്റ് ബോക്സ് ഒരു ലിങ്ക് കൊടുക്കാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം ആധാർ നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്വന്തമായി അത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായി വരികയാണെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്താൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞാൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്തു തരികയും അതുപോലെ നിങ്ങൾ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്തു തരികയും ചെയ്യുന്നതാണ്. മറ്റൊരു എല്ലാവരുടെയും ചോദ്യമാണ്, വീട്ടിലുള്ള ഒരാളുടെ മാത്രമേ സെപ്പറേറ്റ് അതായത് PMJY കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ, മറ്റുള്ളവരെ ആർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടാക്കിയില്ല. എന്നാൽ എങ്ങനെ സെപ്പറേറ്റ് കാർഡ് ഉണ്ടാക്കാമെന്നത്. സെപ്പറേറ്റ് കാർഡ് ഉണ്ടാക്കുവാൻ വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരുവിധം എല്ലാ ആളുകളുടെയും സെപ്പറേറ്റ് കാർഡ് വെബ്സൈറ്റ് വഴി നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ അതുവഴി നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റേഷൻ കാർഡും നിലവിൽ ആർക്കാണോ സെപ്പറേറ്റ് കാർഡ് ഉള്ളത് ആ വ്യക്തിയുമായി ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ അവർക്ക് സെപ്പറേറ്റ് കാർഡ് ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആളുകളത് മാത്രമേ ഇപ്പോൾ തിരക്ക് കാരണം ഹോസ്പിറ്റലിൽ ചെയ്ത് നൽകുന്നുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സ് ചോദിക്കുന്നത്, 2018-19 ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കുവാൻ മറന്നുപോയി, അതല്ലെങ്കിൽ സാധിച്ചില്ല, ഇനി എന്ത് ചെയ്യും? ശ്രദ്ധിക്കുക, 2019 പുതുക്കിയിട്ടുള്ള ആളുകളുടെ ആരോഗ്യ ഇൻഷുറൻസ് മാത്രമേ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ. 2019 അതല്ലെങ്കിൽ 2018 നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡായ RSBY കാർഡ് പുതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡ് കട്ടാവുകയാണ് ചെയ്തത്. ഇനി എന്നാണോ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വരുന്നത് അന്ന് മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുകയുള്ളൂ. അന്ന് പുതുക്കുകയല്ല വേണ്ടത്, പുതിയത് ഉണ്ടാക്കുവാണ് വേണ്ടത്. അതുപോലെ തന്നെ 80 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ വെബ്സൈറ്റ് മുഖേന ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ കേരളത്തിലുള്ള ഒരു ഹോസ്പിറ്റലിലും അത് സ്വീകരിക്കൽ തുടങ്ങിയിട്ടില്ല. കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും അത് സ്വീകരിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ കേരളത്തിലും സ്വീകരിച്ചു തുടങ്ങാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ 80 വയസ്സ് കഴിഞ്ഞ ആളുകൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, അതുപോലെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.